ഓട്ടമത്സരവും ചാട്ടമത്സരവും ഒന്നുമില്ലാതെ വെറും ബോഡി ബിൽഡിംഗ് മാത്രം കൈമുതലായി പോലീസിൽ പ്രവേശനം ലഭിച്ച ഷിനു ചൊവ്വ എന്ന് പറയുന്ന ചൊവ്വാക്കാരനായ കണ്ണൂറുകാരനായ ഷിനുവിനെ കഴിഞ്ഞ ദിവസം പരിശീലനത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി ആഭ്യന്തര വകുപ്പ്. കേരളത്തിലിപ്പോൾ വളരെ ചടുലമായി ജനപ്രിയമായി ജനഹൃദയങ്ങളിൽ ഇങ്ങനെ വളരെ ഹൃദ്യമായി നിറഞ്ഞു നിൽക്കുന്ന വകുപ്പുകളിലൊന്ന് ആഭ്യന്തര വകുപ്പാണ്. കാരണം ആഭ്യന്തര വകുപ്പിലെ ഒട്ടുമിക്ക പരിപാടികളും തൂഫാനായാലും അതുപോലെ കാഫിർ സ്ക്രീൻഷോട്ടിലെ അന്വേഷണമായാലും അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വളരെ വേഗത്തിലാണ് രമേശ് ചെന്നിത്തല തീരുമാനമെടുക്കുന്നത്. അത്തരത്തിൽ കയ്യടി നേടിയ ഒരു നടപടിയായി കഴിഞ്ഞ ദിവസം ഷിനു ചൊവ്വയെ പുറത്താക്കിയ നടപടി. ഇതിനെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യങ്ങളായി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് പോലും ശരിയല്ലാത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ കേവലം വ്യക്തിപരമായി ചില താല്പര്യ കക്ഷികൾ വളരെ നിർണായകമായ ചില സ്ഥാനങ്ങളിൽ കയറിയിരുന്ന് നടത്തുന്ന അഭ്യാസങ്ങളുടെ തുടർച്ചയാണ് ബോഡി ബിൽഡറെ ശരീര സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ പ്രവേശനം നൽകുന്നത്. പണ്ട് സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നൽകുന്നത് സ്റ്റേറ്റ് ലെവലിലൊക്കെ വളരെ മികച്ചവരായ, നമ്മൾ കേട്ടിട്ടുണ്ട്, ഫുട്ബോൾ മത്സരത്തിൽ CV പാപ്പച്ചൻ, അതുപോലെ U ഷറഫ് അലി, കുരികേഷ് മാത്യു, ഇവരൊക്കെ പോലീസ് താരങ്ങളാണ്. കുറച്ച് പേരന്ന് ജോസ് സെബാസ്റ്റ്യനൊക്കെ ടൈറ്റാനിയം താരമാണ് എന്നൊക്കെ പറഞ്ഞാണ് സർക്കാർ സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലും ഇടങ്ങളിലുമൊക്കെ ഇവർക്ക് അവസരം നൽകുന്നത്. ഇവർക്ക് അങ്ങനെ അവസരം നൽകുമ്പോഴും അന്നൊക്കെ അവർ സ്പോർട്സിലൊക്കെ അവരുടെ കഴിവ് തെളിയിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ അപ്പോഴും ഈ പോലീസിൻ്റെ ബേസിക് ക്ലിയറൻസായ ഓട്ടം, ചാട്ടം, റോപ്പ് ക്ലൈംബിങ് ഒക്കെ ചെയ്തിരിക്കണം. എന്നാൽ ഇവിടെ ഓട്ടം വരെ ഒഴിവാക്കിയാണ് ബോഡി ബിൽഡർക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ബോഡി ബിൽഡർക്ക് അത്ര വേഗത്തിൽ ഓടാൻ പറ്റത്തില്ല. ബോഡി ബിൽഡർ നല്ല ശരീരമൊക്കെ പെരുപ്പിച്ച് മസിലൊക്കെ വിരിച്ച് പ്രോട്ടീനൊക്കെ കഴിച്ച് മുട്ടയൊക്കെ കഴിച്ച് ഇങ്ങനെ അതിനുവേണ്ടിയുള്ള സംഗതികളൊക്കെ ചെയ്ത് 6 കട്ടകളൊക്കെ ഇങ്ങനെ തള്ളിച്ച് നിർത്തി നെഞ്ചൊക്കെ വിരിച്ച് നിർത്തി ഒരു സവിശേഷമായ രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. അവർക്കാകെ പറ്റുന്നത് വെയ്റ്റ് ലിഫ്റ്റിങ് പറ്റും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറ്റുമെന്നല്ലാതെ അവരെ ഓടാനും ചാടാനും ഒക്കെ പറഞ്ഞാൽ ഒരുതരം മസിലുള്ള ബ്രോയിലർ കോഴിയുടെ കൂട്ട് അവർക്ക് നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ പരാജയപ്പെട്ടിട്ട് പോലും അന്നൊക്കെ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അതിനെ നിരാകരിച്ചു. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിയാൽ ബോഡി ബിൽഡർമാരെന്ന് പറഞ്ഞാൽ ഇന്ന് ഇഷ്ടം പോലുണ്ട്. എല്ലാ ജില്ലയിലും വ്യത്യസ്തമായ അസോസിയേഷനുകൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഒരുപാട് മത്സരങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു പാഷനേറ്റായിട്ടുള്ള ഒരു മേഖലയാണത്. അതിൻ്റെ അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊരു മെറിറ്റാക്കി എടുത്ത് അത് പോലീസിൽ അങ്ങ് നിയമനം സവിശേഷമായ രീതിയിൽ നൽകുന്നൊരവസ്ഥയിലേക്ക് എത്തിയതാണ് രണ്ടുപേരുടെ കാര്യത്തിൽ. ഒന്ന് ഈ ഷിനുവും മറ്റൊന്ന് സുരേഷും. ഏതായാലും ഷിനുവിൻ്റെ പരിശീലനം SI പരിശീലനം കണ്ട് ഇന്നലെയോ ഇന്നോ തുടങ്ങാനിരുന്നത്. അപ്പോഴാണ് പരിശീലനത്തിൽ പുള്ളിയെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം തടഞ്ഞത്. അതൊരു പക്ഷേ ഇനി പിരിച്ചുവിടലിൻ്റെ ഒഴിവാക്കലിൻ്റെ തുടക്കമാകും, അല്ലെങ്കിൽ അതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു കീഴ്വഴക്കങ്ങളുടെയും മറ്റുള്ളതിൻ്റെയും അടിസ്ഥാനത്തിലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെ ബോഡി ബിൽഡിംഗ് പോലീസ് ബിൽഡിങ്ങിൽ നിന്ന് പുറത്താവുന്ന കാഴ്ചയാണ് കാണുന്നത്.